രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തിന് പത്തനംതിട്ട പ്രമാടത്ത് ഹെലിപാഡ് നിർമ്മിക്കാൻ ചെലവായത് 20 ലക്ഷം രൂപ. ഇവിടെ ഇറക്കിയ ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ താഴ്ന്നതോടെ തള്ളി നീക്കേണ്ടിയും വന്നു. ഷിജോ കുര്യൻ ചേരുന്ന പത്തനംതിട്ടയിൽ നിന്ന് വരുമ്പോൾ ഷിജോ, ഗുഡ് മോർണിംഗ്. സ്മിത, ഗുഡ് മോർണിംഗ്. അതെ, ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ നമ്മൾ കാണാത്ത അല്ലെങ്കിൽ ഒരു കൗതുകമുള്ളൊരു കാഴ്ച, അത്യപൂർവമായി മാത്രം കാണുന്നൊരു കാഴ്ചയാണ്. സാധാരണ എല്ലാ വണ്ടികളുമൊക്കെ നടുറോഡിൽ തള്ളുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഹെലികോപ്റ്റർ തള്ളുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പത്തനംതിട്ടക്കാർക്കും കേരളത്തിലുള്ളവർക്കും അത് കണ്ടിട്ടുണ്ടോ എന്ന് നമുക്ക് ഇനിയിപ്പോൾ അഭിമാനത്തോടു കൂടി പറയാം, അല്ലെങ്കിൽ ഒരു കൗതുകത്തോടു കൂടി എന്തായാലും പറയാം. അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പത്തനംതിട്ട പ്രമാടത്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രപതി അവിടേക്ക് വന്ന് ഹെലികോപ്റ്ററിൽ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ രാഷ്ട്രപതി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അവിടെ കോൺക്രീറ്റിൽ താഴ്ന്നു പോയിരുന്നു. പിന്നീട് അവിടുന്ന് അത് തള്ളി നീക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ താൽക്കാലികമായിട്ട് 3 ഹെലിപ്പാഡുകൾ നിർമ്മിക്കാൻ വേണ്ടി 20 ലക്ഷം രൂപ ചിലവായി എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ വിവരാവകാശ രേഖയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ 20 ലക്ഷം രൂപ VIP വിസിറ്റ് ഫണ്ടിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പാണ് നൽകിയത്. അങ്ങനെ അത് ഹെലിപ്പാഡൊന്നും പറയാൻ കഴിയില്ല. കുറച്ച് കോൺക്രീറ്റ് ഇങ്ങനെ തട്ടിക്കൂട്ടി അവിടെ ഇട്ടിരുന്നു. അത് ഒന്നും ഉറച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അവിടെയാണ് രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ താഴ്ന്നു പോയത്. പിന്നീട് അവിടുന്ന് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട ജീവനക്കാരും എല്ലാം ചേർന്ന് ഹെലികോപ്റ്റർ തള്ളി നീക്കുകയാണ് ചെയ്തത്. അതിന് 20 ലക്ഷം രൂപ ചിലവായി എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.